ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ അഷ്റഫിൽ മഖ്ലൂഖീൻ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജമീഉൽ അംബിയാ വസ്സദീഖീൻ വസ്സാലിഹീൻ വഅലാ ആലിഹി അജ്മഈൻ. ബാബു മാ ജാഅ ഫി ഇബാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്ത് എപ്രകാരമായിരുന്നു എന്നാണ് അടുത്ത പാഠം. നബി തങ്ങളുടെ ഇബാദത്ത് എപ്രകാരമായിരുന്നു? ഉറക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇബാദത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. നിങ്ങൾക്കിങ്ങനെ തോന്നും, ശരിക്കിപ്പോൾ ഇബാദത്ത് പറഞ്ഞിട്ടല്ലേ ഉറക്കം പറയേണ്ടത് എന്ന്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്ക് അത് ഇബാദത്താണല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ, എൻ്റെ കണ്ണ് ഉറങ്ങുന്നുള്ളൂ, ഹൃദയം ഉറങ്ങുന്നില്ല. നബി തങ്ങൾ സുബ്ഹ് നിസ്കരിച്ചാൽ സഹാബകൾക്ക് സ്വപ്നം പറഞ്ഞു കൊടുക്കും. ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ സ്വപ്നം കണ്ടു. സ്വർഗത്തിലെ കാഴ്ചകളും നമ്മളൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ ചിലതൊക്കെ ശരിയാവാം. അധികവും അൽഗാസു അഹ്ലാമിൻ, പൈശാചികമായ കുറേ സ്വപ്നങ്ങളായിരിക്കും നമ്മൾ കാണുന്ന അധിക സ്വപ്നം. ചില ആൾക്കാരെ കണ്ട് സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ച് തന്നെ നടക്കുന്ന ആൾക്കാർ. മിക്ക സ്വപ്നവും പൊഴി സ്വപ്നങ്ങളായിരിക്കും, പാഴ് സ്വപ്നങ്ങളായിരിക്കും. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല ചെറിയൊരു നുബുവത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നം നുബുവത്തിന് 40-41 ഭാഗമാണെന്നൊക്കെ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം തന്നെ അതൊരു യാത്രയാണ്, വൈജ്ഞാനികമായ യാത്രയാണ്. നബി തങ്ങൾക്ക് പിഴവ് വരില്ല. നമ്മൾ കണ്ട സ്വപ്നത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആവട്ടെ, അതാണ് നബി തങ്ങൾ. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ ചില ദിവസമൊക്കെ റസൂലുള്ളാഹി നിങ്ങളാരെങ്കിലും സ്വപ്നം കണ്ടിട്ട് ചോദിച്ചു, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതിനിപ്പോൾ നമ്മൾ കൂടുതൽ തെളിവൊന്നും പറയണ്ടല്ലോ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ, സ്വന്തം മകനെ അറക്കാൻ, അതാണല്ലോ ഹജ്ജ്. മിനായിലെ ആ സംഗമവും മിനായിലെ ആ അറവൊക്കെ എന്താണ്? ഇസ്മായിൽ നബിനെ അർത്ഥമല്ലേ? അത് മിനായിൽ അറക്കുന്ന അതിൻ്റെ പേരിലല്ലേ? ആ അറവ് സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, വേറൊന്നും പോയി ഖുർആൻ പറയുന്നില്ലല്ലോ. സ്വപ്നത്തിൽ അള്ളാഹു പറയാണ് അറക്കണം. ഇനിയിപ്പോൾ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിനെ കുറിച്ച് പറയണ്ടല്ലോ. ഓക്കെ, ശാരീരികമായ ക്ഷീണം തീർക്കാനാണ് അള്ളാഹു റസൂൽ ഉറങ്ങുന്നത്. അപ്പോഴും മനസ്സിങ്ങനെ വർക്ക് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊബൈൽ ഓഫാക്കിയാലും അതിൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യല്ലേ, എന്നാൽ അതിന് കൂട്ടിയാൽ മതി. മാ ജാഅ ഫി ഇബാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പന, എല്ലാവരോടുള്ള കൽപ്പന എന്താണ്? വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നവരെ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. ഇബാദത്തില്ലാതെ ജീവിതത്തിൻ്റെ ഒരു സമയവും കടന്നു പോകാൻ പാടില്ല. അത് നബി തങ്ങളോടുള്ള കൽപ്പനയാണ്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഒരു ഹദീസിൽ കാണാം, മാ ഊഹയിലയ്യ നജ്മ അൽബാൻ വാക്കൂന മിനത്താജിരീൻ. എനിക്ക് ലഭിച്ച വഹയിൽ സമ്പത്ത് സമാഹരിക്കാനോ കച്ചവടക്കാരനാകാനോ കൽപ്പനയില്ല. വലാകിൻ ഊഹയിലയ്യ അൻ സബ്ബിഹ ബിഹംദി റബ്ബിക വകും മിനസ്സാജിദീൻ. അള്ളാഹു എന്നോട് കൽപ്പിച്ചത് അൻ സബ്ബിഹ ബിഹംദി റബ്ബിക്, തങ്ങളെ റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് തസ്ബീഹ് ചെല്ലാൻ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് പടച്ചവനെ പ്രശംസിക്കാനും, വകും മിനസ്സാജിദീൻ സുജൂദ് ചെയ്യാനുമാണ് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. സുജൂദ് ചെയ്യുന്നവരെ കൂട്ടത്തിൽപ്പെടാനും ആണ് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. عن مغيرة بن شعبة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى رسول الله حتى انتفخت قدماه. അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. ഹത്തൻ തഫഖത്ത് ഖദമാ, അവിടുത്തെ കാൽപാദങ്ങൾ വീർത്ത് പൊന്തി, നീര് വന്നിട്ട് വീർത്തു പൊന്തി, നീര് കെട്ടിയിട്ട് കാല് വീർത്തു. യാ സയ്യിദി യാ റസൂലല്ലാഹ് ഫഖീല ലഹു അത്തതകല്ലഫു ഹാദാ, അന്നെന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്?
അങ്ങനെന്തിനാ അത്ര റിസ്ക് എടുക്കുന്നത്? അത് ഗഫർ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. കഴിഞ്ഞു പോയ വല്ല ദോഷമുണ്ടെങ്കിൽ അതും പുറത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ജീവിതത്തിൽ ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനിരിക്കുന്നത് അതും അല്ലാഹു തആല പുറത്തു നിന്നിട്ടുണ്ട്. നബിൻ്റെ കഴിഞ്ഞ കാലത്ത് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ദോഷം ഉണ്ടാകാനും പോണില്ല. അല്ലാഹു തആല എല്ലാ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല എന്തിനാണ് അങ്ങനെ റിസ്ക് എടുക്കുന്നത്? നമ്മൾ ചോദിക്കണ വർത്താനാണല്ലോ, അല്ലാതെ ഇങ്ങനെ എന്തിനാ അപ്പം നിങ്ങളിങ്ങനെ എത്ര റിസ്ക് എടുത്ത് തോന്നുന്നൊക്കെ ചോദിക്കരുത് ചില ആൾക്കാരോട്. റിസ്ക് എടുക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഹിറാ ഗുഹയിൽ പോയിരുന്നിട്ട് അതൊക്കെ കാണാൻ നമുക്ക് തോപ്പിക്കലക്കട്ടെ. ഹിറാ ഗുഹ കാണുമ്പോൾ നമ്മൾ അതും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ എല്ലാ കൊല്ലവും ഒരു മാസം ഹിറാ ഗുഹയിൽ ഇരുന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ കാബി നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് എല്ലാ വർഷവും. ഈ ഖുറൈശികൾക്ക് പ്രത്യേക ഇബാദത്തും ചിട്ടകളൊന്നുമില്ല. അവരെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഖുറൈശികളെ പുണ്യം ഭക്ഷണം കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? നേരെ ഹിറാ ഗുഹയിൽ പോയിരിക്കും. നബുവത്ത് കിട്ടിയതിന് ശേഷമല്ല, നബുവത്ത് കിട്ടിയതിന് ശേഷം പോയിരുന്നിട്ടൊന്നുമില്ല. നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് എല്ലാ വർഷവും അവിടെ ഇങ്ങനെ കാബനെ നോക്കിയിട്ട് ഒരു വർഷം ഇരിക്കുമായിരുന്നു എന്നാണ്. അത് ഇബാദത്ത് എന്താ? അങ്ങനെ കാബനെ തോഫ് ചെയ്യും വന്നിട്ട് അത് കഴിഞ്ഞിട്ട്. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ഫിക്ർ, ചിന്തിക്കുക, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അല്ലാതെ വിധങ്ങൾക്ക് ഇപ്പം നിസ്കാരമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. കാരണം ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. നിസ്കാരമൊക്കെ പിന്നല്ലേ ഇസ്ലാമിൽ വന്നതിന് ശേഷമല്ലേ. താൻ ഇബ്രാഹീമിയ മില്ലത്ത് പറഞ്ഞത് മില്ലത്ത് ഉണ്ട് എന്തായാലും, അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. അത് വിധങ്ങൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഈ ഖുറൈശികൾ തന്നെ 300, 500, 1000 ബിംബങ്ങളൊക്കെ വെക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇബ്രാഹീമി മാർഗത്തിൽ ബിംബാരാധന ഒന്നുമില്ലല്ലോ, എത്ര പഠിച്ചോനാപ്പത് നമുക്ക് എന്നൊക്കെ അവരെ കൂട്ടത്തിൽ തന്നെ വളരെ അപൂർവമായ 2-3 ആൾക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ ബിംബങ്ങൾ ആരാധിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഖുറൈശികൾ പ്രമുഖരായ കുറച്ച് ആൾക്കാർ. എന്ത് റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ അദീൻ ഇതാ എന്നൊരു പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരു റബ്ബിനാണ് ആരയിക്കേണ്ടത്, 1000 റബ്ബിനാണ് ആരയിക്കേണ്ടത്, എന്താ ഇത് കഥ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട് ഖുറൈശികളുടെ കൂട്ടത്തിൽ. ഒരു കൂട്ടരിങ്ങനെ ദൈവങ്ങളുടെ എണ്ണം കൂട്ടുമ്പോൾ വേറെ കൂട്ടർ എന്താണിതിങ്ങനെ കൂട്ടണത് എന്ന് ചോദിച്ചിരുന്നൊരു ടീമുണ്ടായിരുന്നു. വളരെ കുറച്ച് ടീം, കുറച്ച് ആൾക്കാർ, 2-3 ആൾക്കാർ. അപ്പോൾ നബി തങ്ങൾ അതാണ്, ബിംബത്തിനെ ആരാധിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യാത്ത ആളാണത്രേ. ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ മൂപ്പര് തയ്യാറായിട്ടില്ല. ഇസ്ലാം വരുന്നതിന് മുമ്പ് മൂപ്പരെ മനസ്സിനെ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇസ്ലാമിനെ കൊണ്ടുവന്നപ്പോൾ ആദ്യമായിട്ട് ഇസ്ലാം എന്ന് സ്വീകരിച്ചത് ആരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ അപ്പം നബി തങ്ങൾ രാത്രി അങ്ങനെ നിസ്കരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ അഫലാ അകൂന അബ്ദൻ ഷക്കൂറ. ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ കുറച്ച് പ്രയാസപ്പെടുമ്പോഴേ അല്ലാഹു തആല നമ്മളെന്താക്കണം നന്ദിയുള്ളവനെന്ന് പറയുള്ളൂ. അപ്പം ഇന്നലെ ഇപ്പോൾ 23-ാമത്തെ രാവാണ് റമദാനിലൊക്കെ പലരും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉറക്കമൊക്കെ കളയാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നോമ്പ് കുറച്ച് പ്രയാസമാണ്, പട്ടിണി എടുക്കണം. ഇതൊക്കെ ഒരു നന്ദിൻ്റെ അടയാളം. സുഖ സൗകര്യങ്ങളിൽ ഇങ്ങനെ മുങ്ങിത്തായി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇപ്പോൾ നന്ദി ചെയ്യുന്ന ആളാണെന്ന് അങ്ങനെ പറയാം. നമ്മളെ പൈസ തന്നെ എടുത്തായിട്ട് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവില്ലേ. അതിപ്പോൾ വീട്ടിൽ മന്തി വാങ്ങിയാൽ പോരെ, ആ പൈസ കൊണ്ട് ആലോചിച്ചാൽ സുഖമാണ്. അങ്ങനെയാണ് അതിൻ്റെ എല്ലാ രീതികളും. ഹജ്ജിന് ചിലവാക്കുമ്പോൾ ഇവനൊരു ഭൂമി വാങ്ങാനുള്ള പൈസ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു വീടെടുക്കാനുള്ള പൈസ ഉണ്ടാവും. ഈ പൈസ ചിലവാക്കിയിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ അഫലാകൂന അബ്ദൻ ഷക്കൂറ, അള്ളാഹ്ക്ക് നന്ദി വേണ്ടേ, പടച്ചോൻ തന്നേയല്ലേ എന്നുള്ള ഒരു ചിന്തയാണ് അവന് മുന്നോട്ട് പോകേണ്ടത്. അടുത്ത ഹദീസങ്ങ് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരീമ ഖദമാഹു, കാലിൽ നീര് വരുന്നവരെ. ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കാലിൽ നീര് വരിക. ഇങ്ങനെ ദീർഘമായിട്ട് 5, 8, 10 മണിക്കൂറൊക്കെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലുമേ ചെറിയൊരു നീരൊക്കെ വരുന്ന പരിചയം നമുക്കുള്ളൂ.
യാ സുബ്ഹാനല്ലാഹ് അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. നമ്മളെ സംബന്ധിച്ചിടത്തോളേ നമുക്കത് കഴിയണമെന്നില്ല. നബി തങ്ങൾക്ക് മടുപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് മടുപ്പൊക്കെ ഉണ്ടാവും. മടുത്തായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തെടുക്കാൻ പാടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജാരത്ത് ഖുറത്തു ഐനു ഫി ഇസ്ലാം കേട്ടില്ല നിങ്ങൾ? എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് നിസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിസ്കാരത്തിലാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എനിക്ക് ഭാര്യമാരെ ഇഷ്ടമാണ്, സുഗന്ധം ഇഷ്ടമാണ് എന്നൊക്കെ. പക്ഷേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് എനിക്ക് അതീവ ഇഷ്ടം, എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ ആകെ ഒരു താല്പര്യം എന്ന് പറയുന്നത് നിസ്കാരമാണെന്നാണ്. ഹുബ്ബിബൈലിയാൻ നിസാഉ വത്തീബ്, എനിക്ക് ഭാര്യമാരോട് ഇഷ്ടമാണ്, വത്തീബ് സുഗന്ധവും ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഖുറത്തു ഐനി ഫി സ്വലാ, ഇഷ്ടത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ കണ്ണിൻ്റെ കുളിര് എന്ന് പറയുന്നത് എനിക്ക് നിസ്കാരത്തിലാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് മടുപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാല് നീര് വരുന്ന വരെ നിൽക്കുകയാണെങ്കിൽ മടുപ്പ് വരൂലേ? വരും. അപ്പം മടുക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ പ്രയാസപ്പെടണ്ട. അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുത്തൊരു മൊയ്സത്താണ് അത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അങ്ങനെ ഒരുപാട് ഹദീസുണ്ട്. പിന്നെന്താ അടുത്ത ഹദീസ് നോക്കുക. തഫ്അലു ഹാദാ അവ്വലൽ ലൈലി സുമ്മ യഖൂമു, ഇശ നിസ്കരിച്ചിട്ട് അർദ്ധരാത്രി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താകുമായിരുന്നു? ഉറങ്ങുമായിരുന്നു. എന്നിട്ട് അർദ്ധരാത്രി വരെ സുമ്മ യഖൂമു, പിന്നെന്ത് ചെയ്യും? എണീറ്റ് നിൽക്കും. കാന യനാമു അവ്വലൽ ലൈലി സുമ്മ യഖൂമു ഫഇദാ കാന മിനസ് സഹരി ഔത്തറ. അങ്ങനെ ഒരു സഹർ നേരമാകുമ്പോൾ, സഹർ എന്ന് പറഞ്ഞാൽ അത്താഴ സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ ഔത്തറ വിത്ർ നിസ്കരിക്കും. സുമ്മ അതാ ഫിറാഷഹു, അങ്ങനെ വിത്ർ നിസ്കരിച്ചിട്ട് പിന്നെ കിടക്കാൻ വീണ്ടും ചെല്ലും. ഫൈദാക്കാനോട് ഹാജത്തുൻ അലമ ബിഅഹ്ലിഹി, ഭാര്യമാരെ സമീപിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സമീപിക്കും. ഫൈദാ സമയ അൽ അദാൻ, അങ്ങനെ ഭാഗം കെടുക്കട്ടെ അല്ല വാസബ, റസൂല ചാടി ഇങ്ങോട്ട് എണീക്കും. ഫൈൻകാന ജുനുബൻ അഫാദ അലൈഹി മിനൽ മായി, ആയിഷ ബീവിയാണ് പറയണത്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള അനുഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ ജനാബത്തുകാരനാണെങ്കിൽ, വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ അഫാദ അലൈഹി മിനൽ മായി, കുളിക്കും. വൈല്ലാത്ത വള്ള, അങ്ങനെ അല്ലെങ്കിൽ വുളു എടുക്കും. വഖറജ ഇല സ്വലാ, നിസ്കാരം നിൽക്കാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു ഉറക്ക് സുന്നത്തുണ്ടത്രേ. ഇത് ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ്. നേരത്തെ എണീറ്റിട്ട് സുബഹിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഈ സുബഹി നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല ഉറക്ക് വരും. നേരത്തെ എണീക്കുന്ന ആളെ, 3 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സുബഹൊക്കെ ഒരു ഉറങ്ങിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ശീലങ്ങൾ വന്നിട്ടുണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ മാറ്റിയെടുക്കാവുന്നതാണ്. നേരത്തെ എണീക്കണം. നമ്മൾ 4:30 എണീക്കും, 5 മണിക്ക് എണീക്കുമ്പോൾ പിന്നെ അതിനൊന്നും നേരം ഉണ്ടാവില്ല. നേരത്തെ എണീറ്റ് നിസ്കരിച്ച് അപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിസ്കാരം ഖുർആനോത്തൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴേക്ക് നമുക്കൊരു നല്ല ചെറിയൊരു മയക്കം ഇങ്ങനെ വരും. അപ്പോൾ അലാറം വെച്ചിട്ട് കിടക്കുക. അലാറം വെക്കണം കേട്ടോ, 20 മിനിറ്റ്. നബി തങ്ങൾ കൈ വെച്ച് കിടന്നിരുന്നു പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതിന് അലാറത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. കയ്യുമ കിടക്കുമ്പോൾ വല്ലാതെ നീണ്ടു പോകില്ല, അത് ഉണരും കൈ തലയാണാക്കി വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ബെഡും നല്ല പുതപ്പും AC-യും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ 1 മണിക്കൂർ മുമ്പാട് കിടന്നാണ്ടല്ലോ സൂര്യ ഉദിക്കുമ്പോഴേ എണീക്കുള്ളൂ. അപ്പോൾ അലാറം വെച്ചാൽ മതി. അലാറം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമറൊക്കെ ഉണ്ടല്ലോ, ആ ടൈമർ വെച്ചാൽ മതി. ഒക്കെ നമ്മുടെ മൊബൈലിലൊക്കെ അള്ളാഹു എല്ലാ നിലക്കും സംവിധാനം തന്നിട്ടുണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് തന്നെ ആക്കാവുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അത് കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കുണ്ട് രാത്രിയുടെ അവസാനത്തെ ഈ ഭാഗത്തുനിന്ന് ഉറങ്ങുക. അപ്പോൾ സുബഹി നിസ്കാരത്തിന് എന്ത് ചെയ്യും? അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നതാണ്, രാത്രി പകുതി വരെ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൂട്ടി ഉറങ്ങാം. നമ്മളല്ലേ മനുഷ്യന്മാർ, നമുക്ക് ഭക്ഷണമൊക്കെ കൂടുതലായതുകൊണ്ട് ഉറക്കം കൂടുതലുണ്ടാകും. എന്നിട്ട് പിന്നെ 1/3 നിസ്കരിക്കുക, പിന്നെ 1/6 ഭാഗം ഉറങ്ങുക പിന്നെയും.
ഇത് ഫയംബഗി തഹറി ദാലിക വൽ അമലു ബിഹി ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഒരു ചിട്ട പാലിക്കേണ്ടതാണ്. വൽ അമലു ബിഹി, ഇത് പ്രവർത്തിക്കേണ്ടതുമാണ്. പിന്നെ ജിമാഇനെ പിന്തിക്കലാണ്, സംയോഗത്തെ പിന്തിക്കലാണ് നല്ലത്, ഉറങ്ങാൻ തുടങ്ങുന്നതിനേക്കാൾ ഈ സമയത്തേക്ക് പിന്തിക്കലാണ് നല്ലത് എന്നും. കാരണം ഉറക്ക് ശുദ്ധിയോടുകൂടി ആകും, ഉറക്ക് ശുദ്ധിയോടുകൂടി ആകും എന്നുള്ളതാണ്. ഇബാദത്തിന് വേണ്ടിയായിരിക്കണം ഒരാളുടെ ശ്രദ്ധ. അപ്പോൾ നേരത്തെ ഉറങ്ങും, നേരത്തെ ഉറക്കുണ്ടാവും, അപ്പോൾ ഇബാദത്തിന് എണീക്കാൻ ഉന്മേഷം ഉണ്ടാവും. വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ കാലത്ത് പിന്നെ അർദ്ധരാത്രി ബാങ്കും കൊടുത്തിരുന്നു കേട്ടോ. 2 ബാങ്കുണ്ടായിരുന്നു സുബഹയ്ക്ക്. സുബഹയ്ക്ക് 2 ബാങ്കുണ്ടായിരുന്നു. ഒന്ന് അർദ്ധരാത്രിയുള്ള ബാങ്ക്, തഹജ്ജുദിനുള്ള ബാങ്കാ. പിന്നെ അടുത്ത ബാങ്കാണ് നമുക്കുള്ള ബാങ്ക്. അപ്പോൾ ചിലതിലൊക്കെ ചില സമയത്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് നോക്ക്. അന്നു അഖ്ബറഹു, തൻ്റെ ശിഷ്യൻ ഖുറൈബിനോട് പറയണം, അന്നഹു ബാത്ത ഇന്ദ മൈമൂനത്ത വയ്യ ഖാലത്തുഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഉമ്മാൻ്റെ അനിയത്തിയാണ് മൈമൂന ബീവി, നബി തങ്ങളുടെ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് 2 ആൾക്കാരാണ് മക്കത്തുള്ളത്. ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, രണ്ടാമത്തത് മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഖുറൈശി പ്രമുഖയായിരുന്നു. ഖുറൈശി തറവാട്ടിലെ നമ്പർ 1 ഖദീജ ബീവിൻ്റെ മാതിരിയുള്ള ആളായിരുന്നു മൈമൂനത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ. അവർ മക്കയിൽ തന്നെയാണ് ഉംറ ചെയ്യാനോ ഒക്കെ വന്നപ്പോൾ അസുഖമായിട്ട് മക്കത്ത് നിന്ന് തന്നെ വഫാത്തായതാണ്. സെരിഫിലാണുള്ളത്. സിയാറത്ത് ചെയ്യാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. നമ്മളെ ഉമ്മയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, എൻ്റെ ഇളയമയാണ്, ഉമ്മാൻ്റെ അനിയത്തിയാണ്, അല്ലെങ്കിൽ ഏട്ടത്തി മൈമൂന ബീവി. അപ്പോൾ നബി തങ്ങൾ വീട്ടിലേക്ക് പോകണമെന്ന് ഞാനും പോയി. മൂപ്പര് പരിപാടി അതായിരുന്നു. ഇളയമാൻ്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വരണമെന്ന് ഇബ്നു അബ്ബാസും വിരുന്നു പോകും. ഇബ്നു അബ്ബാസിന് കൂടുതൽ വയസ്സൊന്നുമില്ല കേട്ടോ, 8, 10 അത്ര വയസ്സൊക്കെ ഉള്ളൂ. നബിൻ്റെ എളാപ്പാൻ്റെ മോനുമാണ്. നബിൻ്റെ എളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പാൻ്റെ ജ്യേഷ്ഠനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ മോനാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ആൾ. 8 വയസ്സോ 7 വയസ്സൊക്കെ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയും തൻ്റെയോടുമായിരുന്നു. നബി തങ്ങൾ ദുആയിരുന്ന ബർക്കത്താണ്. ഈ നബി തങ്ങൾ ബാത്റൂമിലേക്കൊക്കെ പോയാൽ മൂപ്പര് എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് പാത്രത്തിലാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ നബി ഇങ്ങനെ കാണുകയാണ് ഒരിക്കൽ, ആരെപ്പോൾ ഇവിടെ വെള്ളം കൊണ്ടുവച്ച്? ചെറിയ കുട്ടിയാണ്, 8 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇബ്നു അബ്ബാസാണ്. ഈ കുട്ടീൻ്റെ ഒരു ബുദ്ധിയും അന്തമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നബി തങ്ങൾ ദ്വാരിക്കാണ്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീലൽ ഖുർആൻ. അല്ലാഹുവേ ദീനിൽ പാണ്ഡിത്യം നൽകണം, ഖുർആൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല അങ്ങനെ ആക്കി. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഖത്താബ് തങ്ങളടക്കം എന്തെങ്കിലും ഖുർആൻ്റെ തഫ്സീർ കിട്ടാഞ്ഞാൽ ഇബ്നു അബ്ബാസിനോടാണ് ചോദിക്കുക. വയസ്സുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഏതായാലും ചരിത്രം പറഞ്ഞ ഒരുപാടുണ്ടാകും. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? വിഷാദത്തിൻ്റെ വിരിപ്പിൻ്റെ ഞാൻ വിലങ്ങനെ കിടന്നു, റസൂൽ അതിൻ്റെ നീളത്തിലും കിടന്നു. അപ്പോൾ ആ ഒരു വിരിപ്പുണ്ടാവില്ലേ, ഒരു ഈത്തപ്പന പോലെയോ എന്തൊക്കെ ഉണ്ടാവുമല്ലോ, ആ പായിൻ്റെ വിലങ്ങ് ഞാനും കിടന്നു, റസൂൽ നീളത്തിലും കിടന്നു. അളാപ്പാന മോനാണ്, മൈമൂന ബീവിൻ്റെ അളാമിയുണ്ട്. ഫനാമ റസൂലുള്ളാഹി, അങ്ങനെ റസൂലുള്ളാഹി രാത്രി പകുതിയാണ് വരെ ഉറങ്ങി. അങ്ങനെ റസൂലുള്ളാഹി ഉണർന്നു, രാത്രി പകുതിയായപ്പോൾ ഉണർന്നു. യംസഹുന്നോമാൻ വജീഹി, നബി എന്ത് ചെയ്തു? മുഖത്തിൽ നിന്ന് ഉറക്കിങ്ങനെ തടവി. നീച്ചേട്ടൻ എന്തായി? മുഖം ഒന്ന് തടവിയ സുന്നത്താണ്. എണീക്കുമ്പോൾ മുഖത്തൊരു ഉറക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് മുഖം തെയ്യുക, അങ്ങനെ തടവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തടവി. അത് സുന്നത്താണ്, ഉറക്ക് പോകാൻ നല്ലതാണ്. ثم قرأ العشر آيات الخواتم من سورة آل عمران. പിന്നെ ആലു ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ 10 ആയത്തുകൾ ഓതി. അവസാനത്തെ 10 ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار സൂറത്ത് കടവുക സവാബ് മിന്നത്തില്ല അള്ളാഹു സവാബ് പറഞ്ഞിട്ട് അത് ഓതി ആകാശത്തേക്ക് നോക്കി ഓതിൽ സുന്നത്താണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാ ഷന്നിൻ മുഅല്ലഖിൻ ഫതവല്ലാ മിന്ന, അങ്ങനെ ഒരു കയറിൽ തൂക്കിയിട്ട് ഒരു തോൽപാത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ ഡപ്പി തുറന്നാൽ വെള്ളം വരും, അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി സുമ്മ ഖാമ യുസല്ലി, പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി. ഖാല അബ്ദുല്ലാഹിൻ ഫഖുംതു ഇലാ ജംബിഹി. ശ്രദ്ധിക്കട്ടോ, ഈ കുട്ടിൻ്റെ ഒരു സാമർത്ഥ്യം നോക്കണേ. ഞാൻ നബി നിസ്കരിക്കാൻ നിന്നു, ഈ കുട്ടിക്ക് അതാ പണി, നബി എന്താ കാട്ടുന്നത് അത് പഠിക്കുക. ഞാൻ നബിൻ്റെ ഒരു ഭാഗത്ത് പോയി നിന്നു. ഫവദഅ റസൂലുള്ളാഹി യദഹുൽ യംന അലാ റൗസി. അപ്പോൾ നബി തങ്ങൾ അവിടുത്തെ വിശുദ്ധമായ കൈ എൻ്റെ തലക്ക് വെച്ചു, തലൻ്റെ മേലെ വെച്ചു. സുമ്മ അഖദ ബിഉദ്നി അൽ യംന, പിന്നെ എൻ്റെ വലത്തെ ചെവി ഇങ്ങോട്ട് പിടിച്ചു, വലത് ചെവി പിടിച്ചിട്ട് ഫത്തലഹ ഇങ്ങോട്ട് തിരിച്ചു. ഫസല്ല റക്അത്തൈനി. അപ്പോൾ മൂപ്പര് നിന്ന സ്ഥലം ശരിയായിട്ടില്ല, വലത് വശത്താണല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ എൻ്റെ മേലെ തല കയ്യച്ചായിട്ട് ചെവിയോട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കിയെന്ന്. അത് രസമുള്ള വാർത്ത. കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ, രസത്തിന്, അതല്ലാതെ വേദനിപ്പിക്കാനല്ലത്, രസത്തിന് ഇവിടെ വാടാന്നൊക്കെ പറഞ്ഞായിട്ട് നമ്മൾ ചെറിയ മക്കളെ ചെവിയൊക്കെ ഇങ്ങനെ പിടിക്കൂലേ, സ്നേഹത്തിൻ്റെ പിടുത്തം, ആ പിടുത്താണ്. ഫസല്ല റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത് സ്കെച്ചു. സുമ്മ റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത്, 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 6 വട്ടം. സുമ്മ ജാഹ, പിന്നെ നബി കടന്നു. സുമ്മ ജാഹുൽ മുഅദ്ദിനു, പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു നബിനെ വിളിക്കാൻ വന്നു ഇഖാമത്ത് കൊടുക്കാൻ, നിസ്കരിക്കാൻ. ഫഖാമ സല്ല റക്അത്തൈനി. അപ്പോൾ വിളിക്കാൻ വന്നപ്പോൾ നബി സുബ്ഹിന് മുമ്പുള്ള ചെറിയ 2 റക്അത്ത് നിസ്കരിച്ചു, അത് നീട്ടൽ സുന്നത്തില്ല. സുമ്മ ഖറജ, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയി. ഫസല്ല സുബ്ഹ, സുബ്ഹ് നിസ്കരിച്ചു. സുന്നത്തൊക്കെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്, പള്ളിയിൽ നിന്നല്ല. ഓക്കെ, സമയം കഴിഞ്ഞിട്ടുണ്ടല്ലേ? അല്ലാ. അപ്പം നബി തങ്ങൾ വുളു ഉണ്ടാക്കി നേരം നബിക്ക് വുളു ഉണ്ടാക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നബിൻ്റെ വുളു മുറിയൊന്നുമില്ല പറഞ്ഞാൽ, എന്നാലും വുളു പുതുക്കൽ സുന്നത്താണല്ലോ. മൈമുന ബീവി റളിയല്ലാഹു തആല അൻഹൻ്റെ ഒരു സംഭവമാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറഞ്ഞുതരാം. രസമുള്ളൊരു വർത്താനം അവർ നബി തങ്ങളോട് പറഞ്ഞൊരു സംസാരമുണ്ട്. അല്ലാഹുമ്മ അൽഹംദുലില്ലാ 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 സ്വല്ലല്ലാഹു അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നോമ്പും നിസ്കാരവും എല്ലാ കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് നൽകട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഹദീസൊക്കെ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും മുൻഗാമികളുടെ പാതയിലും നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.